ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മൊഫാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ നാളെ വരാനിരിക്കുന്ന നമ്മുടെ മഴതോരും മുമ്പേ പരമ്പരയുടെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്കിയാലോ. നമ്മുടെ അലീനയുടെയും മനുശങ്കറിൻ്റെയും പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോസൊക്കെ കേൾക്കാൻ ഇഷ്ടമാണെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നാളത്തെ വിശേഷത്തിലോട്ട് കിടക്കാം. അങ്ങനെ നമ്മുടെ അലീന നമ്മുടെ സ്റ്റാൻലിയുടെ സ്വന്തം പപ്പയുടെ വീട്ടിൽ നിൽക്കുകയാണ്. അപ്പം അലീനയ്ക്ക് എന്തോ ഒരു വല്ലാത്തൊരു മൂകത, എന്താണെന്നറിയില്ല. തൻ്റെ കൂടപ്പിറപ്പുകളെയും അച്ഛനെയൊക്കെ വിട്ടു പോയതിൻ്റെ ആ ഒരു വിഷമമാണ്. അങ്ങനെ അലീന നമ്മുടെ പൗലോസിൻ്റെയും ആൻ്റപ്പൻ്റെയും ബൈജുവിൻ്റെയൊക്കെ അടുത്ത് അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൗലോസ് ചോദിക്കുന്നുണ്ട്, അല്ല മോള് ഇതിനു മുന്നേ എവിടെയായിരുന്നു, ഏത് സ്ഥലത്തൊക്കെ ആയിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ പുനലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ എവിടെയാണ്? അത് നെടുമ്പുരയ്ക്കൽ വീട്ടിൽ. അവിടെ ആരാ? അപ്പോൾ പറഞ്ഞ് ഞാൻ അവിടെ ജോലിക്കായിട്ട് വന്നതാണ്. ജോലിക്കായിട്ടോ? എന്ത് ജോലി? അത് ഞാൻ അവിടെ ഒരു വീട്ടു ജോലിക്കായിട്ട് വന്നതാണെന്ന് പറയും. 10-22 വർഷത്തോളം ഞാനൊരു അനാഥാലയത്തിലായിരുന്നു. എന്നെ ഒരു ബ്രിജിതാമ്മ എന്ന് പറഞ്ഞൊരു അമ്മയാണ് ഞങ്ങളെ വളർത്തിയത്. അതിനുശേഷമാണ് ആ വീട്ടിൽ ഞാൻ ജോലിക്കായിട്ട് വരുന്നത്. അങ്ങനെ അവിടെ വന്നു കഴിഞ്ഞു. അവിടെ എനിക്കൊരു അച്ഛനുണ്ട്, എനിക്ക് 3 കൂടപ്പിറപ്പുകളുണ്ട്. അച്ഛനോ? അപ്പം പൗലോസ് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അച്ഛൻ അപ്പം സാറിൻ്റെ മകളും പിന്നെ അച്ഛൻ ആകെ കൺഫ്യൂഷനാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്കൊരു അച്ഛൻ്റെ എല്ലാ സ്നേഹവും വാത്സല്യവും തന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തിയത് ആ അച്ഛനാണ്. ഞാനൊരു അച്ഛൻ്റെ സ്ഥാനത്താണ് ആ അച്ഛനെ കാണുന്നതെന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ അവിടെ എനിക്ക് 3 കൂടപ്പിറപ്പുകളും കൂടെ ഉണ്ട്. കാരണം എന്നെ സ്വന്തം ചേച്ചിയെ പോലെയാണ് അവർ കാണുന്നത്. ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ പുറത്ത് എനിക്കത് എൻ്റെ സ്വന്തം കുടുംബമാണ് എന്നൊക്കെ ഇങ്ങനെ അലീന പറയണം കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും പൗലോസിന് കാര്യം മനസ്സിലായി. അതായത് ആദ്യത്തെ കുറച്ച് നാൾ ഒരു അനാഥാലയത്തിൽ വളർന്നു, അതിനുശേഷം പിന്നെ ഒരു വീട്ടിൽ വന്ന് അവിടെ ഒരു കുടുംബം, ഒരേ ഒരു കുടുംബത്തെ പോലെ ആ കുട്ടി കഴിഞ്ഞ് ജോലികളൊക്കെ ചെയ്ത് അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. അപ്പം അവർക്കൊരു ഡൗട്ടുണ്ടായിരുന്നല്ലേ, ഇത്രയും പണവും പ്രതാപവും ഉള്ള കേണൽ സാബിൻ്റെ മോക്കൊരു വീട്ടുജോലി ചെയ്യേണ്ട അവസ്ഥയൊക്കെ വന്നല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്ത അവരുടെ ഇടയിൽ ഇങ്ങനെ വന്നു കേട്ടോ. അത് കഴിഞ്ഞ് അലീന പിന്നെ കുറേ സമയം ഇങ്ങനെ പോകുന്നില്ല, എന്ത് ചെയ്യണമെന്നോ ഒന്നും ഒരു പിടുത്തമില്ല കേട്ടോ. അപ്പോൾ ഒരു 7 മണിയൊക്കെ ഏകദേശം ആവുകയാണ്. അപ്പോൾ അലീന വിചാരിച്ചു എന്തായാലും അച്ഛനെ ഒന്ന് വിളിച്ച് നോക്കാം, അച്ഛൻ എവിടം വരെ എത്തിയെന്നുള്ളത് നോക്കട്ടെ. അങ്ങനെ അലീന ബാലചന്ദ്രനെ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രനെ വിളിച്ച ശേഷം അച്ഛൻ എവിടെ എത്തി എന്നിങ്ങനെ ചോദിക്കുകയാണ്. മോളെ ഞാനിവിടെ പുനലൂർക്കാണ്, അപ്പോൾ ഞാൻ ഇവിടെ ഒരു റൂം എടുത്തേക്കാണ്. അല്ലച്ചാ അപ്പോൾ വീട്ടിലോട്ട് പോകുന്നില്ലെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഇല്ല ഞാനും പോണില്ല, ഞാൻ പറഞ്ഞില്ല അവിടെ മനു വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു വൈജയന്തി ലാൻഡ് ചെയ്തിട്ടുണ്ട് നിൻ്റെ അമ്മ. അപ്പോൾ ചുമ്മാ അങ്ങ് കയറിപ്പോകാൻ പറ്റില്ലല്ലോ, എനിക്ക് മനസ്സൊക്കെ ഒന്ന് ഇതാക്കണം അച്ഛാ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അച്ഛൻ ഒരിക്കലും മറക്കരുത്. കാര്യം വേറൊന്നുമല്ല, അമ്മയെ ഒരിക്കലും ഒരു ശത്രുവിനെ പോലെ അച്ഛൻ കാണരുത്. അച്ഛനും അമ്മയും തമ്മിൽ ഇനി ഒരു വഴക്കും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അച്ഛനറിയാലോ, അവർ 3 പേരും അവരിപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു ഇതിലാണ് പോണത്. ഇനി നിങ്ങൾ തമ്മിലുള്ള ഒരു വഴക്കും ബുദ്ധിമുട്ടൊക്കെ ആകുമ്പോൾ അവരുടെയൊക്കെ മനസ്സ് വേദനിക്കും. എനിക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഇല്ല മോളെ, എനിക്കതൊക്കെ അറിയാം. പിന്നെ നീ ഫുഡൊക്കെ കഴിച്ചോ എന്ന് ചോദിച്ചു. ഇല്ല ചാ, കഴിക്കാൻ സമയമായി വരണേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതെ, നീ അവിടെ ആരും ഒന്നുമില്ല, അല്ലെങ്കിൽ മിണ്ടാനൊന്നും പറയാനൊന്നും ഇല്ല എന്നുള്ളൊരു വിചാരമൊന്നും മോള് വെക്കണ്ട കേട്ടോ. എന്താവശ്യം ഉണ്ടെങ്കിലും അവിടെ പറഞ്ഞാൽ മതി. സ്റ്റാൻലി, നിനക്ക് പിന്നെ മാറി നിൽക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അതൊന്നും നീ കാര്യമാക്കാനായിട്ട് നിൽക്കണ്ട. അതുകൊണ്ട് എന്തായാലും എന്താവശ്യം വന്നാലും സ്റ്റാൻലിയോട് ചോദിക്കാൻ മറക്കണ്ട. നിൻ്റെ സ്വന്തം പപ്പയാണ്, ആ ഒരു ഇതൊന്നും കാണിക്കണ്ട. അപ്പോൾ അലീന പറഞ്ഞു, എനിക്കറിയാം അച്ഛാ, കാര്യങ്ങളെല്ലാം എനിക്കറിയാം. ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് അച്ഛൻ ടെൻഷനൊന്നും ആവണ്ട. അച്ഛൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിൻ്റേതായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കിയും കണ്ട് നിന്നാൽ മതി. എനിക്കൊരു സമാധാനമില്ല, അതുകൊണ്ടാണെന്നിങ്ങനെ അലീന പറയാൻ കേട്ടോ. അപ്പോൾ ഇതേ സമയം ബാലചന്ദ്രൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല മോളെ. അപ്പോൾ അലീന ചോദിക്കും, അച്ഛൻ ഫുഡ് കഴിച്ചു എന്ന് ചോദിക്കും. ഇല്ല മോളെ, കഴിക്കാനായിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഒക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് കഴിക്കാമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. നാളെ ഞാൻ എന്തായാലും പോകും അങ്ങോട്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവർ ഫോൺ വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആൻ്റപ്പൻ നമ്മുടെ സ്റ്റാൻലിയുടെ ഡോഗ്സിനെയൊക്കെ വിളിക്കണം. 3-4 പേരുണ്ടല്ലോ. അപ്പോൾ അവറ്റകൾക്കൊക്കെ ഫുഡ് കൊടുക്കാനായിട്ട്
പേരാണ് ആൻ്റപ്പൻ വിളിക്കുന്നത്. അപ്പോൾ അതിൽ പേര് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വിളിച്ചപ്പോൾ ഓരോ നായ്ക്കളും ഇങ്ങനെ ഓടി വരെയാണ് കേട്ടോ. അപ്പോൾ ഒരാളെ മാത്രം കാണാനില്ല. അപ്പോൾ ആൻ്റപ്പൻ അവിടെയൊക്കെ കിടന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, അല്ല ഇതെവിടെ പോയി കിടക്കാൻ, എന്ത് ചെയ്യുക. അപ്പോൾ ഇതേ സമയം നമ്മുടെ അലീന റൂമിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ റൂമിലിരുന്നപ്പോഴത്തേക്ക് എന്തോ ഇങ്ങനെ ഒരു മൂളുന്ന ഒരു ഒച്ച പോലെയൊക്കെ ഒരു സൗണ്ട് കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന പെട്ടെന്ന് കട്ടിലിൻ്റെ അടിയിലോട്ട് കുനിഞ്ഞു നോക്കിയപ്പം കാണാം ഒരാൾ അതിൻ്റെ അടിയിൽ പതുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അലീന ചോദിച്ചു, എടാ കള്ള, നീ ഇതിൻ്റെ അടിയിൽ പതുങ്ങിയിരിക്കുകയല്ലേ, ഇങ്ങോട്ട് ഇറങ്ങി വാടാന്ന് വിളിച്ചു. അപ്പോഴേക്കും വാലൊക്കെയായിട്ട് കുണുങ്ങിക്കൊണ്ട് അലീനയുടെ അടുത്ത് വരെയാണ്. അലീന പുന്നാരിക്കുകയാണ് കേട്ടോ. ഈ സമയം ആൻ്റപ്പൻ ഈ ഡോഗിനെ തേടി അവിടെ വരെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കുമ്പോൾ അലീന ഇട്ട് പുന്നാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അയാൾക്ക് വല്ലാത്തൊരു അതിശയം തോന്നുകയാണ്. കാരണം ഈ കുട്ടിക്ക് ഇതെങ്ങനെ ഈ പട്ടികളായിട്ട്, ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ വന്ന സമയത്ത് എനിക്ക് എന്ത് ഭയപ്പാടായിരുന്നു. ആ കുട്ടിക്ക് ഒരു ഭയവും ഇല്ല, ഒന്നുമില്ല. എന്ത് കാര്യമായിട്ട് ആ പട്ടികൾ ഇണങ്ങുന്നത്. അപ്പോൾ ആൻ്റപ്പൻ ചെന്നിട്ട് അലീനയുടെ അടുത്ത് ചോദിക്കുക, അല്ല മോളെ, യവനെ തേടിയാണ് ഞാൻ ഇവിടെ മൊത്തം നടന്നത്, യവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലേ, ഇങ്ങോട്ട് വാടാന്ന് പറയുന്നുണ്ട് കേട്ടോ, പേര് വിളിക്കുകയാണ്. അപ്പം ആൻ്റപ്പൻ അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല ഈ പട്ടികളൊക്കെ ആയിട്ട് മോൾ എങ്ങനെയാണ് ഇണങ്ങി ചേർന്നത്, അല്ല എന്ത് കാര്യമാണ് ഇതെങ്ങനെ അതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് പട്ടികളെ ഒരുപാട് ഇഷ്ടമാണ്. ഏത് പട്ടികളെ കണ്ടാലും ഞാൻ പെട്ടെന്ന് അവരെ ഒന്ന് ഇണക്കി ഇങ്ങനെ ആക്കാറുണ്ട് എന്നിങ്ങനെ പറയൂ കേട്ടോ. അത് കേട്ടപ്പോൾ ആൻ്റപ്പനൊരു അതിശയം തോന്നി. കാരണം ആൻ്റപ്പൻ വന്ന സമയത്ത് അപ്പോൾ ആൻ്റപ്പൻ അലീനയുടെ അടുത്ത് പറയണേ, എനിക്ക് ഇവറ്റകളെ ഭയങ്കര പേടിയായിരുന്നു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, വന്ന സമയത്ത് വല്ലാത്തൊരു ഭയമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ വൈജയന്തിയാണ്. വൈജയന്തിക്ക് എന്തെന്നില്ലാത്തൊരു മുരുമുരുപ്പാണ്. കാര്യം വേറൊന്നുമില്ല, ഒരു അടുക്കളക്കാരിയായിരുന്നു. അവൾക്ക് കണ്ടില്ലേ ലക്ഷങ്ങൾ മുടക്കിയിരിക്കണോ, അയാളിങ്ങനെ വന്നോട്ടെ, ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കിയിട്ട് വേറെ കാര്യമുള്ളൂ. എനിക്കറിയണം ഇതിന് മാത്രം എന്ത് ബന്ധം അയാളുമായിട്ട് ഇയാൾക്കുള്ളേ എന്നുള്ളത് എനിക്കറിയണം. ഞാൻ വിചാരിച്ച കണക്കൊന്നുമില്ല ബാലചന്ദ്രൻ, ഞാൻ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. എനിക്കറിയണം ഈ ബന്ധം എന്ത് ബന്ധമാണ് എന്നുള്ളത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലിട്ട് തീക്കൊള്ളി കൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വൈജ. ഇതേ സമയം നമ്മുടെ കൃഷ്ണമോള് നമ്മുടെ ബാലചന്ദ്രനെ ഒന്ന് വിളിക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രനെ വിളിച്ചിട്ട് അച്ഛൻ എവിടെ എത്തി, എപ്പോഴാണ് എത്തുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, ഇല്ല മോളെ, അച്ഛൻ ഇന്ന് വരില്ല, അച്ഛൻ ഇവിടെ റൂം എടുത്തേക്കുക, നാളെ വരുള്ളൂ. ഞാൻ രോഹിത്തിനോട് പറഞ്ഞായിരുന്നല്ലോ. രോഹിയായിട്ട് ഒന്നും പറഞ്ഞില്ല അച്ഛനെ യാത്രയൊക്കെ ചെയ്തിട്ടേ വല്ലാത്തൊരു ക്ഷീണമാണ് എന്ന് പറഞ്ഞു. അലീന ചേച്ചി പോയിട്ട് എന്തായി? അലീന ചേച്ചി പോയി അവിടെ കൊണ്ടാക്കി യാത്രയൊക്കെ പറഞ്ഞു വന്നു മോളെ, നിങ്ങളെയൊക്കെ അന്വേഷിച്ചു എന്ന് പറയാൻ പറഞ്ഞു. ആണോ എന്ന് പറഞ്ഞു. കാരണം കൃഷ്ണമോൾക്ക് ഒരു എന്താ പറയുക, ഒരു വല്ലാത്ത വിഷമം. അലീന ചേച്ചി പോയല്ലോ, ഇന്നലെ ഈ സമയത്തും ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നതാണ്, ഇപ്പം അലീന ചേച്ചി ഇല്ല, ഉറങ്ങിയതുപോലെയായി വീടൊക്കെ. വല്ലാത്തൊരു വിഷമം. അച്ഛൻ എന്തായാലും റെസ്റ്റ് ചെയ്ത് നാളെ വാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണമോൾ ഫോൺ വയ്ക്കാൻ കേട്ടോ. എന്നിട്ട് ചെന്ന് ബബിതയുടെ അടുത്ത് രോഹിയുടെ അടുത്തൊക്കെ പറയുന്നുണ്ട്, അച്ഛൻ നാളെ വരത്തുള്ളൂ. അപ്പോൾ രോഹി പറഞ്ഞു, അച്ഛൻ പറഞ്ഞായിരുന്നു നാളെ വരത്തുള്ളൂ എന്ന്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ബബിത ചെന്ന് വൈജയന്തിയെ വിളിക്കുകയാണ്. അമ്മ ഫുഡ് കഴിക്കാൻ വരാൻ പറഞ്ഞു. ഞാൻ വന്നേക്കാം എന്നിങ്ങനെ വൈജ പറയണം. അതിനുശേഷം അവരെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ബബിത ഫുഡ് എടുത്ത് നമ്മുടെ വൈജയന്തിക്ക് വിളമ്പാനായിട്ട് ഇരുന്നപ്പം, എനിക്ക് വിളമ്പണ്ട, എൻ്റെ കൈക്ക് യാതൊരു കുഴപ്പമില്ല, ഞാൻ വിളമ്പിക്കോളാം. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ബബിത പിന്നെ ഒന്നും പറയാൻ പോയില്ല കേട്ടോ. അപ്പോഴേക്കും ബബിത എല്ലാവരും മുഖം നോക്കണം. കണ്ടില്ലേ അവളെയൊക്കെ മുഖങ്ങളിരിക്കുന്നത്, ഇവിടെ ആരോ ചത്തെന്ന കണക്ക് അവളെയൊക്കെ മുഖം ഇരിക്കുന്നത്. ഒരു വീട്ടുവേലക്കാരി മാറിപ്പോയേനെ അവളെയൊക്കെ ഈ മാതിരിയുള്ള സങ്കടങ്ങൾ എനിക്ക് കണ്ടിട്ട് സഹിക്കണില്ല എന്നുള്ള രീതിയിൽ പിറുപിറുക്കാണ് കേട്ടോ. ഈ സമയത്ത് ആർക്കും ഫുഡൊന്നും വേണ്ട കേട്ടോ. ചുമ്മാ ഇങ്ങനെ ഇതാക്കി കിള്ളി പറിച്ചൊക്കെ ഇങ്ങനെ ചുമ്മാ കഴിച്ചു. കാരണം വെച്ചാൽ അവർക്കൊരു 3 പേർക്കും വല്ലാത്തൊരു വിഷമമായിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവരവരുടെ പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി കിച്ചണിൽ വെക്കണു, കഴുകി വെക്കണു ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈജയന്തി ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം പണ്ടൊക്കെ തിന്ന പാത്രം അവിടെ തന്നെ വെച്ചിട്ട് പോകും. ഒരു ഗ്ലാസ് പോലും, ഒരു സ്പൂണ് പോലും എടുത്ത് മാറ്റി വയ്ക്കാത്ത സ്വഭാവക്കാരിയായിരുന്നു എല്ലാം. ബബിതയാണെങ്കിലും ഒക്കെ. ഇപ്പോൾ രോഹിത്ത് പോലും മാറിപ്പോയിക്കുന്നു. അലീനയുടെ കോച്ചിങ്ങാണ് എല്ലാം. കാരണം സ്കൂളിൽ പോയിട്ട് വന്നാലും കോളേജിൽ പോയിട്ട് വന്നാലും ആ ബാഗൊക്കെ സെറ്റിയിലോ ഡൈനിങ് ടേബിളോ എറിഞ്ഞിട്ട് പോകും. ആ ഒരു ശീലമൊക്കെ ഇപ്പം മാറി. എല്ലാത്തിനും ഒരു ഒതുക്കവും ഒരു ചിട്ടയും ഒക്കെ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഫുഡ് കഴിച്ചാലുള്ള കാര്യങ്ങൾ, കുക്കിങ്, അങ്ങനെ എല്ലാ കാര്യത്തിലും അവരിൽ 3 പേരിലും ഒരു പ്രത്യേക മാറ്റം തന്നെ. ഇതെല്ലാം അലീനയുടെ ഒരു കഴിവ് തന്നെയാണ് കേട്ടോ. പക്ഷേ ഇതൊക്കെ വൈജയന്തി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന ഒരു സീനെന്ന് പറയുന്നത് നമ്മുടെ അലീന ജസ്റ്റ് റൂമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. കാരണം സമയം
എങ്ങനെ തള്ളി നീക്കിയിട്ടും പോകുന്നില്ല. എത്ര നേരമൊന്നും പറഞ്ഞ ഒരു റൂമിൽ ഇരിക്കുക. അലീനയ്ക്ക് വല്ലാത്തൊരു വിമിഷ്ടവും ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു, എന്തു ചെയ്യണമെന്നറിയില്ല. അങ്ങനെ അലീന പതുക്കെ റൂമിൽ നിന്ന് ഇറങ്ങി പതിയെ അങ്ങോട്ടൊക്കെ ഒന്ന് ഓരോ റൂമിലായിട്ടൊക്കെ നടന്നൊക്കെ ഓരോന്നും കണ്ടും ഇതൊക്കെ ആയിട്ട് പോവുകയാണ്. കാരണം ഈ വീട് ഒരു എത്തും പിടുത്തും അലീനയ്ക്ക് കിട്ടുന്നില്ല, ഒരു പരിചയവും ഇല്ലല്ലോ. അങ്ങനെ അലീന ഓരോ റൂമും ഒക്കെ നോക്കുന്നതിൻ്റെ ഇടയിൽ ഒരു റൂമിൽ ചെന്ന് തുറന്നപ്പോൾ അവിടെ നമ്മുടെ സ്റ്റാൻലി ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കണ്ടപ്പോൾ അലീനയ്ക്ക് എന്തോ പോലൊരു ബുദ്ധിമുട്ട്. കാര്യം വേറൊന്നുമില്ല, മദ്യപിക്കുന്നത് അലീനയ്ക്ക് അല്ലെങ്കിലും ഒട്ടും ഇഷ്ടമുള്ളൊരു കാര്യമില്ല. അലീന നോക്കുമ്പോൾ ഒരു ബാറ് പോലെയുണ്ട്, എന്തോരം മദ്യക്കുപ്പികളാണ് നിരത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റാൻലി പെട്ടെന്ന് മുഖം തിരിച്ചപ്പോൾ അലീന അവിടെ നിന്ന് നോക്കുകയാണ്. അലീന പെട്ടെന്ന് തന്നെ ഡോറങ്ങ് ചാരിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ സ്റ്റാൻലി അലീന അലീന എന്ന് വിളിച്ചു കേട്ടോ. അപ്പോൾ അലീന നിന്നില്ല. അപ്പോഴേക്ക് സ്റ്റാൻലി കുടിച്ചുകൊണ്ടിരുന്ന ഡ്രിങ്ക്സ് ഗ്ലാസ് അവിടെ വെച്ചിട്ട് അലീനയുടെ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ അലീന അവിടെ എന്തോ ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കും പോലെ നിൽക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി ചോദിച്ചു, ഞാൻ എന്തേ നിന്നെ വിളിച്ചിട്ട് നീ നിൽക്കാത്തതെന്ന് ചോദിച്ചു. ഒന്നുമില്ല, അല്ല ഞാൻ വിളിച്ചത് നീ കേട്ടില്ലേ? കേട്ടായിരുന്നു. എനിക്ക് മദ്യപിക്കുന്നത് ആരാണെങ്കിലും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അതെ, അത് പട്ടാളത്തിലായിരുന്നപ്പോൾ മുതലുള്ള ഒരു ശീല, അത് പെട്ടെന്ന് മാറ്റാനൊന്നും പറ്റില്ല. കുറച്ച് നേരമൊക്കെ ഞാൻ മദ്യപിക്കും, വളരെ കുറച്ച്. പിന്നെ ടെൻഷനും മറ്റുമൊക്കെ കൂടി വന്നാൽ മാത്രമേ ഓവറായിട്ട് മദ്യപിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ആഹാരം കഴിക്കാറായില്ലെന്ന് സ്റ്റാൻലി ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, എനിക്ക് വിശപ്പായിട്ടില്ല. അപ്പോൾ സ്റ്റാൻലി പറഞ്ഞു, ഇവിടെ സമയത്ത് ആഹാരം കൃത്യമായിട്ട് തന്നെ കഴിക്കണം. അങ്ങനെ വിശപ്പായില്ല അങ്ങനെയൊന്നും വേണ്ട, കൃത്യസമയത്ത് ആഹാരം കഴിക്കണം. അപ്പോൾ അലീന മനസ്സിൽ പറയണു, ഇത് കൊള്ളാം, ഫുഡ് വേണ്ടപ്പോൾ തോന്നിയാലല്ലേ കഴിക്കാൻ പറ്റുമോ, അല്ലാണ്ട് വേണ്ടാത്തപ്പം കഴിക്കാൻ പറ്റുമോ, ഇത് എന്തൊരു പട്ടാളച്ചിട്ടേ എന്നിങ്ങനെ ആലോചിക്കാൻ കേട്ടോ. സ്റ്റാൻലിക്ക് മനസ്സിലാവുന്നുണ്ട് അലീനയുടെ ആ ഒരു മാനസിക ബുദ്ധിമുട്ടും കാര്യങ്ങളും. കാരണം പെട്ടെന്ന് അവരെയൊക്കെ വിട്ടുമാറിയതിൻ്റെ ആ ഒരു വൈഷമ്യം അലീനയുടെ മുഖത്തും മനസ്സിനും ഒക്കെ നന്നായിട്ടുണ്ട്, അത് കാണാനും പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാം നമ്മുടെ സ്റ്റാൻലി തിരക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ മനു തിരിച്ച് കൈതക്കൽ മാളിക വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ ശിവശങ്കരനും ഗംഗാധരനും ഒക്കെ മനുവിനെ കണ്ടപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, അല്ല മനു പോയിട്ട് എന്തായി അവിടെ? ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാച്ചാ, എന്തായാലും പോയ ആൾ അതുപോലെ സ്പീഡിന് തന്നെ തിരിച്ചെത്തും. എന്താണ് അവിടെ വല്ല വിഷയം ഉണ്ടായോ ബാലചന്ദ്രനും വൈജയും തമ്മിൽ? അതൊന്നുമല്ല, അങ്കിളിൻ്റെ ലാപ്ടോപ്പ് എടുത്ത് പരിശോധിച്ചിട്ട് അലീനയ്ക്ക് 17 ലക്ഷത്തിൻ്റെ സ്വർണം മേടിച്ചതും കുറേ ഡ്രസ്സ് മേടിച്ചതിൻ്റെയൊക്കെ കണക്ക് അങ്ങോട്ട് എടുത്ത് വെച്ചുകൊണ്ട് നോക്കിയിരിക്കുക അങ്കിള് വരാൻ വേണ്ടിയിട്ട്. വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇത് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് കൊല തുള്ളിക്കൊണ്ട് അവിടെ നിൽക്കുകയാണ്. ഞാൻ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കിട്ടുന്ന മേടിച്ചോളാനും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഒരു അടിക്കുള്ള വഴക്കിനുള്ള എല്ലാ സാധ്യതകളും അവിടെ ഉണ്ട്. അങ്കിള് വരുമ്പോൾ തന്നെ മിക്കവാറും വഴക്കടിച്ച് രണ്ടുപേര് രണ്ട് ദിശയിൽ പോകാൻ സാധ്യത ഉണ്ടാച്ചാൽ എനിക്കൊന്നും അറിയില്ല, ഞാനിങ്ങ് പോന്നു. ഇത്രയും പറഞ്ഞിട്ട് മനു കയറി പോവാൻ കേട്ടോ. മനുവിന് ഭ്രാന്ത് പിടിക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. കാരണം എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പോൾ ഇതേ സമയം നമ്മുടെ ഗംഗാധരനും നമ്മുടെ ശിവശങ്കരനും കൂടെ മുഖത്തോട് മുഖം നോക്കി. അപ്പം നമ്മുടെ ശിവശങ്കരൻ പറഞ്ഞു, അവൾക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊക്കെ സമയമൊക്കെ നമ്മൾ കഴിഞ്ഞു, ഇനി പ്രത്യേകിച്ചായിട്ടൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പിന്നെ അവൾ തന്നെ സ്വയം കുഴിച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് അവൾ എന്നെ അനുഭവിക്കട്ടെ, ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല അല്ലേ ഗംഗേട്ടാന്ന് ശിവശങ്കരനും പറയുന്നുണ്ട്, നമ്മുടെ ഗംഗാധരനും പറയുന്നുണ്ട്. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്ന രീതിയിൽ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ വൈജയന്തി എന്തായാലും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ബാലചന്ദ്രൻ നാളെ വരുള്ളൂ എന്നുള്ള കാര്യം വൈജയന്തി അറിഞ്ഞായിരുന്നു. വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇതിനൊരു തീരുമാനം എടുത്തിട്ട് ഇനിയൊരു മുന്നോട്ടൊരു ഇതുള്ളൂ എന്നുള്ള രീതിയിലാണ് വൈജയന്തി നിൽക്കുന്നത്. അപ്പോൾ കമല ഇതൊക്കെ കേട്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ കുരിശ് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുമോ? കമലയ്ക്ക് വീണ്ടും ടെൻഷനായി. പോയതിൻ്റെ ഒരു സമാധാനത്തിൽ കമല ഇരിക്കുകയായിരുന്നു. അപ്പോൾ മനുവിൻ്റെ ഈ ഒരു ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ കമലയ്ക്ക് സമാധാനമായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നാളത്തെ പ്രൊമോയിൽ ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് സ്കിപ്പ് അടിക്കാണ്ടായിട്ടൊന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഒപ്പം ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറയുന്നു. അതോടൊപ്പം തന്നെ വൈകിട്ട് 6 മണിക്ക് നമ്മുടെ നാളത്തെ സാന്ത്വനം 2ൻ്റെ പരമ്പരയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. കേൾക്കാത്തവരൊക്കെ ഒന്ന് പോയി കേട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റ് പറയുന്നു. താങ്ക് യു, ബൈ ബൈ.